ഏതെങ്കിലും ഒരു അസുഖ ലക്ഷണം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് റിവീൽ ചെയ്താൽ ഉടനെ പോയി ഗൂഗിൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് എനിക്കും ആ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു നോക്കുന്ന ഒരു ഏർപ്പാട് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കും എനിക്ക് മാത്രമല്ല പലർക്കുമുള്ള ഒരു സ്വഭാവമാണിത്. ഉദാഹരണത്തിന് ഫഹദ് തനിക്ക് ADHD ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഈ ADHD എന്താണെന്ന് അറിയാനുള്ള കൗതുകം. ഗൂഗിൾ അല്ലെങ്കിൽ ചാറ്റ് ജിപിടി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിലെ പല ലക്ഷണങ്ങളും എനിക്കുമില്ലേ എന്നൊരു തോന്നൽ. പിന്നീട് കണ്ണിൽ കണ്ട ADHD ടെസ്റ്റ് മുതൽ അതിനെപ്പറ്റി ചാറ്റ് ജിപിടി പറയുന്നതെല്ലാം നോക്കി മണിക്കൂറുകളോളം സമയം കളയാം. ഇതൊരു വശം. വേറൊരു വശം പറയാം. ചെറിയൊരു വേദന, അതിപ്പോ കാലിന്റെ പെരുവിരലിലാകാം. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയാൻ നമുക്കിപ്പോ വിരൽ തുമ്പിൽ ഒരുപാട് വിവരങ്ങൾ നൽകാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഫോൺ എടുക്കുന്നു, ചാറ്റ് ജിപിടി ഓപ്പൺ ആക്കുന്നു, ലക്ഷണങ്ങൾ പറയുന്നു. ചാറ്റ് ജിപിടി ഈ ലക്ഷണങ്ങളെല്ലാം വെച്ച് പോസിബിൾ ആയ എല്ലാ രോഗങ്ങളുടെയും ലിസ്റ്റ് തരുന്നു. അതിൽ ചിലപ്പോൾ ക്യാൻസർ വരെ കാണാം. നമ്മുടെ കണ്ണ് ക്യാൻസറിൽ മാത്രം ഉടക്കുന്നു. പിന്നെ ടെൻഷനായി, വെപ്രാളമായി ഇതും വെച്ച് വീണ്ടും വീണ്ടും ഈ ടൈപ്പ് ക്യാൻസറിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. ചാറ്റ് ജിപിടി മാത്രം മതിയാകാതെ വരുന്നു. അത് സജസ്റ്റ് ചെയ്യുന്ന ലിങ്കുകളെല്ലാം തുറന്നു നോക്കുന്നു. ടെൻഷൻ കൂടുന്നു, ഇരിക്കപ്പുറതി ഇല്ലാതാകുന്നു. ഇങ്ങനെ ഓൺലൈനിൽ കൂടി കിട്ടുന്ന ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് ഇരിക്കപ്പുറതി ഇല്ലാതാകുന്നതിന് ഒരു പേരുണ്ട്. സൈബർ കോൺട്രിയ എന്നാണ് പേര്. ഇൻഫർമേഷന്റെ ഓവർലോഡ് ശരിക്കും ഒരു പ്രശ്നമാണോ? ഈ ഒരു കാര്യത്തിൽ ഇത് ഇത്തിരി പ്രശ്നം തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖ ലക്ഷണം വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പേ ഇത്തിരി സ്വന്തം രീതിയിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി അവെയർ ആകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമുക്ക് ഒരു എംപവേർഡ് ഫീൽ ഒക്കെ തരും. കുറേയധികം സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. അങ്ങനെ നല്ല വശങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ചില മനുഷ്യരുടെ കാര്യത്തിൽ ഇത് വലിയ അപകടവുമാണ്. കാരണം വേഴ്സ്റ്റ് കേസ് സിനേരിയോ ആയി AI സജസ്റ്റ് ചെയ്യുന്ന ആ രോഗത്തിലായിരിക്കും ഇവരുടെ കണ്ണുടക്കുക. പിന്നെ അതിൽ തന്നെ അങ്ങ് ഫിക്സേറ്റഡ് ആയി പോകും. കൂടാതെ ഓവർ തിങ്കിങ് കൂടി ആകുമ്പോൾ മാനസികാരോഗ്യം നശിക്കാൻ അത് മതിയാകും. ഉദാഹരണത്തിന് ഒരു ഫ്രണ്ടിന് സംഭവിച്ച ഒരു സംഭവം പറയാം. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. ഇന്ന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട പലതരം ചെക്കപ്പുകളുണ്ട്. അതെല്ലാം കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ചില റിസൾട്ട്സ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഗൂഗിൾ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കി ഡോക്ടർ പറയുന്നതിനേക്കാൾ മുന്നേ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ടെൻഡൻസിയിൽ ഈ റിസൾട്ട് നോക്കുന്നവരുണ്ട്. അപ്പൊ ഈ സുഹൃത്തിന്റെ വൈഫിന്റെ കാര്യത്തിൽ തൈറോയിഡിന്റെ റിസൾട്ടിൽ ഒരു സംഭവം കൂടുതലാണെന്ന് കണ്ടു. ഉടനെ അവർ അമ്മയ്ക്ക് തൈറോയിഡ് പ്രശ്നമുണ്ടെങ്കിൽ അത് കാരണം ഗർഭാവസ്ഥ ശിശുവിന് എന്ത് സംഭവിക്കുമെന്ന് ചാറ്റ് ജിപിടിയോട് ചോദിച്ചു. ചാറ്റ് ജിപിടി ഉടനെ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഏറ്റവും വേഴ്സ് ആയതിൽ ഇവർ രണ്ടുപേരുടെയും മൈൻഡ് സ്റ്റക്കായി. പിന്നെ ചാറ്റ് ജിപിടിയിൽ നിർത്താതെ ജെമിനി, പെർപ്ലെക്സിറ്റി അങ്ങനെ മറ്റ് AI ആപ്സിനോടും ചോദിച്ച് ഏറ്റവും വേഴ്സ് സിറ്റുവേഷനിൽ ഫിക്സേറ്റഡ് ആയി. ഈ ആപ്പുകൾക്കൊന്നും തെറ്റുപറ്റില്ല എന്ന് ഉറപ്പിച്ച് രണ്ടുപേർക്കും ടെൻഷനോട് ടെൻഷൻ. ഒടുവിൽ ഇവർ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഈ പ്രശ്നം സിമ്പിൾ ആയിട്ട് പരിഹരിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ടെൻഷൻ അടിച്ചത് മൊത്തം വെറുതെയാണെന്ന്. അപ്പൊ അനാവശ്യമായി അത്രയും പ്രഷർ, സ്ട്രെസ് ഒക്കെ അടിച്ചതിന്റെ കാരണം ഈ ഇൻഫർമേഷൻ ഓവർലോഡ് തന്നെ. അതായത് രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നെറ്റ് നോക്കി വേഴ്സ്റ്റ് കേസ് സിനേരിയോ വെച്ച് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിൽ എത്തുന്നതും ഒരു ഡോക്ടർ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൺക്ലൂഷനിൽ എത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് ചുരുക്കം. എന്നാലും സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ടെംപ്ടേഷനിൽ നിന്ന് അങ്ങോട്ട് മാറാനും വയ്യ ഈ ഓൺലൈൻ യുഗത്തിൽ എന്നൊരു പ്രശ്നവുമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇൻഫർമേഷൻ യുഗത്തിൽ ഓൺലൈനിൽ മെഡിക്കൽ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ചോദിക്കാതിരിക്കുക എന്നത് പലർക്കും പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പോൾ വിശ്വസനീയമായ സൈറ്റുകൾ മാത്രം ഇത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സർഗം AI ആപ്പാണ്. ചാറ്റ് ജിപിടി പോലുള്ള മറ്റ് AI ആപ്സിനെ അപേക്ഷിച്ച് സർഗം AIയുടെ പ്രത്യേകത ക്ലിനീഷ്യൻസ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സോഴ്സിൽ നിന്ന് മാത്രം സെർച്ച് ചെയ്ത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ സർഗം AI തരൂ. ഒരു ഉദാഹരണത്തിന്, ചാറ്റ് ജിപിടിയോട് ചില മെഡിക്കൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഹാലുസിനേറ്റ് ചെയ്ത് സ്വന്തമായി തോന്നുന്ന എന്തെങ്കിലും ആൻസേഴ്സ് തരും. എന്നാൽ സർഗം AIയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്ലിനീഷ്യൻസ് അപ്രൂവ് ചെയ്തിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ അത് നമുക്ക് തരൂ. അപ്പൊ ഇങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ഈ സർഗം AI യൂസ് ചെയ്ത് നോക്കുക. സർഗം AIന്റെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ അത് ഉപയോഗിച്ച് നോക്കുക. സൈബർ കോൺട്രിയ പ്രിവെന്റ് ചെയ്യാൻ ചെയ്യേണ്ട അടുത്ത കാര്യം, ഒരു അസുഖ ലക്ഷണം വന്നാൽ സെർച്ച് ചെയ്ത് ഈ സെർച്ചിൽ മുഴുകിപ്പോയി മണിക്കൂറുകളോളം അതിൽ തന്നെ മുങ്ങിപ്പോകാതിരിക്കുക എന്നതാണ്. 1-2 വട്ടം മാത്രമേ സെർച്ച് ചെയ്യൂ എന്ന് ഉറപ്പിക്കുക. ഓൺലൈനിൽ എന്ത് കണ്ടാലും ഒരു ഡോക്ടറിനെ കണ്ടേ കാര്യങ്ങൾ ഉറപ്പിക്കുമെന്ന് തീരുമാനിക്കുക. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് നിർത്തുക. കാരണം അത് ഉറക്കത്തെയും ബാധിക്കും. വേറൊന്ന്, നമ്മൾ ഓൺലൈനിൽ കാണുന്ന അസുഖ ലക്ഷണങ്ങൾ, ക്വസ്റ്റിനെയർ നോക്കി അസുഖം ഉറപ്പിക്കൽ, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ കളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമുക്ക് ഇങ്ങനെയൊന്നുണ്ട് എന്നൊരു ബോധത്തിൽ നിന്നായിരിക്കും നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർത്തിയായി വരുമ്പോൾ ഉണ്ട് എന്ന ആൻസർ കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഡോക്ടറെ കാണാൻ പോവുക എന്നതൊരു പണിയാണ്, സമയം മെനക്കേടാണ്. ചിലർക്ക് ഡോക്ടറുടെ അടുത്ത് പോവുക, ഹോസ്പിറ്റലിൽ പോവുക എന്നത് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പിന്നെ കുറച്ച് പണനഷ്ടവുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഗൂഗിളിൽ രോഗം തപ്പുന്നവരുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹെൽത്തിനെ പറ്റി പലതരത്തിലുള്ളതും കോൺഫ്ലിക്റ്റിംഗ് ആയതുമായ ഇൻഫർമേഷൻ തരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് മെഡിക്കൽ ഇൻഫർമേഷന്റെ ഒരു പ്രളയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതുമുണ്ട്, പാടെ വഴിതെറ്റിക്കുന്നതുമുണ്ട്. ഇതെല്ലാം കൂടി കണ്ട് ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹെൽത്തിനെ കുറിച്ച് അറിവുണ്ടാവുക എന്നതൊന്നും ഒരു മോശമായ കാര്യമല്ല, മറിച്ച് നല്ലതാണ് താനും. എന്നാൽ ആ അറിവുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രധാനമാണ്. അതുപോലെ ഏത് അസുഖത്തെക്കുറിച്ച് നോക്കിയാലും അതിന്റെ വേഴ്സ്റ്റ് കേസ് സിനേരിയോ നോക്കി ആശങ്കപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ രോഗകാര്യങ്ങളിൽ ഓൺലൈൻ സെർച്ചിനെ ആശ്രയിക്കാതിരിക്കുക എന്നത് തന്നെയാണ്
തന്നെയാണ് നല്ല കാര്യം. AI ആപ്പുകൾ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഡൂം സ്ക്രോളിംഗ് എങ്ങനെയാണ് സെർച്ച് റിസൾട്ടിനെ ബാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വേണം തരുന്ന റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ സർഗം AI പോലെ ഓതന്റിക് ആയ സേഫ് ആയ സൈറ്റുകൾ മാത്രം ഇത്തരം സെർച്ചിന് തിരഞ്ഞെടുക്കുക. ഈ ഒരു പ്രശ്നം കൂടുതലായി എഫക്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് ഗർഭിണികളും ആദ്യമായി പേരന്റ് ആകുന്ന കുഞ്ഞു കുട്ടികളുടെ അച്ഛനമ്മമാരും. ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള എല്ലാ സിംറ്റംസും ഒപ്പം ഡോക്ടർ പറയുന്ന ചില മെഡിക്കൽ ടേംസ്, റിസൾട്ട്സ് ഇതൊക്കെ വെച്ച് നെറ്റിൽ നോക്കി സമാധാനം കിട്ടാൻ പോയി സമാധാനം നഷ്ടപ്പെടുന്നവർ അനവധിയാണ്. അതോടൊപ്പം ഡോക്ടർ പറയുന്ന ചില ചെറിയ പ്രശ്നങ്ങളെ ഓൺലൈനിൽ നോക്കി വലിയ പ്രശ്നങ്ങളായി വിലയിരുത്തുന്നവരും ഉണ്ട്. ഏതാണ്ട് ഇതേപോലെയാണ് കുഞ്ഞുണ്ടായ ശേഷവും. കുഞ്ഞിന്റെ ഓരോ മൈൽ സ്റ്റോണും ഗൂഗിൾ അല്ലെങ്കിൽ ChatGPT മാത്രം നോക്കി വിലയിരുത്തുമ്പോൾ കുഞ്ഞിന്റെ അസുഖങ്ങൾ ഇവയോട് ചോദിക്കുമ്പോഴൊക്കെ ഈ ആങ്സൈറ്റി കയറി വരാം. ഇതിനർത്ഥം അറിവുണ്ടാവുക, ഉണ്ടാക്കുക എന്നതൊക്കെ ഒരു പ്രശ്നമാണ് എന്നല്ല. ചിലരെങ്കിലും ഇങ്ങനെയുള്ള അറിവുണ്ടാക്കലിലൂടെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും ഡോക്ടറിനെ കണ്ട് പരിഹരിക്കാനും ശ്രമിച്ച് വിജയിച്ചവരായിരിക്കാം. ഒരറിവും ചെറുതല്ല. എന്നാൽ മുറി അറിവ് ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നമായി വരാം. അതുകൊണ്ട് ഗൂഗിൾ നോക്കി പാനിക്കായി ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഉറപ്പിക്കാതിരിക്കുക എന്ന് മാത്രം. അപ്പൊ എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത സർഗം AIന്റെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ അത് ഉപയോഗിച്ച് നോക്കുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.